അവൻ വീട് വിട്ട് പോകുന്ന സമയത്ത് അവന്റെ ഇളയച്ചനെവിടെ? അവൻ ആദർശ പടിയിറങ്ങി പോകുന്ന കാണാനുള്ള മനക്കെട്ടിയിലടി. നിന്നെയൊക്കെ പോലെ കല്ലുകൊണ്ടല്ല മറ്റുള്ളവരുടെ ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയ കരിങ്കല്ല് മനസ്സുള്ളവളാണ് ഇപ്പോ ഏട്ടനോട് ചേർന്ന് നിൽക്കുന്നത്. എന്തൊക്കെയായാലും എന്നെ കണ്ണീര് കുടിപ്പിച്ചതിന് അതിന്റെ ഇരട്ടി കണ്ണീര് എനിക്ക് കാണാൻ പറ്റില്ല. അമ്മേ, ഞാൻ അറിഞ്ഞ അപ്പച്ചി വലിയൊരു സങ്കടത്തിലായി ഇപ്പൊ ഈ വീട്ടിലുള്ളവര്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കരുത്, ആരെയും കരയിപ്പിക്കരുത്. പോകുന്നതിന് മുമ്പ് എനിക്ക് അപ്പച്ചിയോട് അത്രേ പറയാനുള്ളൂ. അങ്ങനെ പറയരുത് മോനെ. നീ പോകുന്നതിൽ എനിക്ക് സങ്കടമില്ലെന്ന് കരുതണ്ട. ഇങ്ങനൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു ആദർശേട്ടാ, പ്രത്യേകിച്ച് നയനേടത്തിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ. നീ പറഞ്ഞ ആ കുഞ്ഞുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോ ഇവളെ കൂടെ കൂട്ടാത്തത്. അല്ലെങ്കിൽ എനിക്കിപ്പോ ഞാൻ ഇവളെ കൊണ്ടുപോയേനെ. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള മുത്തശ്ശന്റെ കഥകളൊക്കെ അച്ഛനും ഇളയച്ചനൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് വിശപ്പ് എന്താണെന്ന് ചോദിച്ച അച്ഛന് ഒരു ദിവസം മുത്തശ്ശൻ പട്ടിണി കിട്ട സംഭവങ്ങളൊക്കെ. അത്രയ്ക്ക് കടുത്ത തീരുമാനങ്ങളും ശിക്ഷയും തന്നിരുന്ന മുത്തശ്ശൻ ഇവിടെ നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് സമാനമായ വാക്കുകളാ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ആ സംസാരത്തിലുണ്ടല്ല, എനിക്ക് മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. അനുഗ്രഹം തേടി ചെന്നപ്പോ പോലും ആ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു വീട്ടിനകത്ത് നമുക്കങ്ങനെ പരസ്പരം നോക്കി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമ്പോ ആ വീട്ടിൽ നിന്ന് മാറുകയാ വേണ്ടത്. എന്റെ കുട്ടിക്കാലത്തെ മുത്തശ്ശനെയല്ല ഞാനിപ്പോ കാണുന്നത്. ഇതിനു മുമ്പ് ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും അവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കുമായിരുന്നു മുത്തശ്ശൻ. അങ്ങനെയുള്ള എന്റെ മുത്തശ്ശന് പ്രായമായി എന്നൊരു തോന്നല്, വലിയൊരു രോഗം വന്നു തോന്നല്. അതുകൊണ്ട് മാത്രമാ എന്നെ ഈ വീട്ടിൽ നാട്ടി ഇറക്കാതിരുന്നത്. എന്റെ പരാജയം പൂർണ്ണമായി സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങി പോകുന്നത്. ഇനി മുത്തശ്ശനൊപ്പം നിൽക്കാൻ, മുത്തശ്ശന്റെ മുഖത്തേക്ക് ഭയം കൂടാതെ നോക്കാൻ എനിക്ക് കഴിയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മാത്രമേ ഞാൻ മടങ്ങി വരൂ. നീ മടങ്ങി വരണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ലടോ. എന്റെ തെറ്റ് മനസ്സിലാക്കി നീ MD സ്ഥാനം രാജിവെച്ചില്ല മോനെ. പിന്നെ എല്ലാരും പറയുന്ന പോലെ വീട് വിട്ടു പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. തടയണ്ടാവിനെ. കഴിവും പ്രാപ്തിയുമുള്ള മക്കൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കും. അത് ചിലപ്പോ അവരെ സ്നേഹിക്കുന്നവർക്ക് ദഹിച്ചെന്നുമില്ല. അത്തരം അവസരങ്ങളിൽ അവരെ തർക്കിച്ചു തോൽപ്പിക്കാനോ സങ്കടം കാട്ടി പിന്തിരിപ്പിക്കാനോ ശ്രമിക്കരുത്. വിവാഹം കഴിഞ്ഞ ഒട്ടുമിക്ക മക്കളും ഇപ്പൊ കുടുംബത്തിൽ നിന്ന് മാറിയാ താമസിക്കുന്നത്. ഇവിടെ ജയനന്റെ അരികിലുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പല വീടുകളിലും പ്രായമായ അച്ഛനമ്മമാർ മുഖത്തോട് മുഖം നോക്കിയ കാലം കഴിക്കും. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ കൊട്ടാരം പോലെ ഒരു വീടുണ്ടാക്കിയിടും. അതിന്റെ കാവൽക്കാർ മാത്രമായിരിക്കും അച്ഛനമ്മമാര്. കുറച്ചുകൂടെ സിമ്പതിയുള്ള മക്കൾ ചിലപ്പോൾ ഒരു വളർത്തുനായ വാങ്ങിക്കൊടുക്കും കൂട്ടിനു വേണ്ടി. ജീവിതം അവസാനിക്കാനാവുമ്പോ ആ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവും സ്വന്തം മക്കളെക്കാൾ നന്ദിയും സ്നേഹം ഉണ്ടായിരുന്നത് ആ നായ്ക്കൾക്കായിരുന്നു. എന്തു പറഞ്ഞാലും ഒരു ന്യായീകരണം ഉണ്ടല്ലോ. മുത്തശ്ശൻ പറയുന്നതിൽ കാര്യമുണ്ട്. 100% പറയേണ്ട കാര്യം തന്നെയാ മുത്തശ്ശൻ പറയുന്നത്. ജീവിതത്തിൽ എന്റെ വഴികാട്ടിയും എന്റെ ആത്മവിശ്വാസവും ബലവും എല്ലാം എന്റെ മുത്തശ്ശന്. വേണമെങ്കിൽ എന്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയാം. അങ്ങനെയുള്ള മുത്തശ്ശനെ വേദനിപ്പിച്ചിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് അനന്തപുരിയിലെ കാരണവര് ശരിക്കും ഒരു കാരണവരായത്. അങ്ങനെ ആദർശധീരൻ പടിയിറങ്ങിപ്പോയി. ഏട്ടൻ പുറത്തോട്ട് പോകുമ്പോ നമുക്കും പുറത്തോട്ടൊന്നും പോവായിരുന്നു. വേണ്ടടാ, ഞാൻ ചിലപ്പോ അറിയാതെ അങ്ങ് ചിരിച്ചു പോവും. പിന്നെ അത് വലിയ വിഷയാവും. ഒരുത്തിയാണെങ്കിൽ ആട്ടിമുടി ദേഷ്യത്തില. അമ്മേ, ഇതൊന്നിന്റെ അവസാനമല്ല, തുടക്കമാണെന്ന് കരുതിയാൽ മതി. പക്ഷെ ഇനി തല ഉയർത്തിപ്പിടിച്ചല്ലാതെ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അമ്മയെ കൂടി സമാധാനപ്പെടുത്തണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. എന്റെ മനസ്സിലുള്ളതൊക്കെ ഇന്നലെ രാത്രി നിന്നോട് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കണമെന്നും പറഞ്ഞത്. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ മോനെ. മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോഴാണോ നീ വീട് വിട്ടു പോകുന്നത്? അമ്മേ, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾ കൂടുതലും അമ്മായിയമ്മമാരുടെ കൂടെ നിൽക്കുന്നത്. അതാണ് സുരക്ഷിതം. അത് മാത്രമാണോ? ചന്തമോൾക്ക് നയനെ ഒന്ന് കാണാൻ തോന്നിയാ എപ്പോഴും ഓടി വരേണ്ടി വരില്ലേ? മോൾക്ക് വേണ്ടപ്പെട്ടവരിവിടെ ഉണ്ട്, സ്വന്തക്കാര്. പക്ഷെ മോളുടെ മുന്നിൽ വെച്ച് അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ രണ്ടാളും യാത്രയാക്കണം. പഠിക്കുന്ന സമയത്ത് ഞാൻ കുറെ നാൾ ഇവിടെ നിന്ന് മാറി നിന്നിട്ടില്ലേ, അതുപോലൊരു മാറ്റം. അങ്ങനെ കരുതിയാൽ മതി. ഞാൻ ഈ പോകുന്നതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജ്വല്ലറിയുടെയും കുടുംബത്തിന്റെയും തകർച്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ മാറി നിൽക്കുന്നത്. അത്രമാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. പോയിട്ട് വരാം. ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോഴത്തെ മുത്തശ്ശനെ കണ്ടത്. ഇപ്പോഴാണ് മുത്തശ്ശന് എല്ലാരും തുല്യരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. എന്റെ ആദർശമാൻ വീട് വിട്ടു പോയപ്പോ അല്ലേ? അയാൾ എന്നെ ഈ വീട് വിട്ട് പോകേണ്ടതായിരുന്നു മുത്തശ്ശി. ഇതിപ്പോ ബിസിനസ്സിലെ തകർച്ചയുണ്ടായത്. എന്നാലും ഈ കുടുംബത്തിന് അയാൾ ഉണ്ടാക്കിയ പേരുദോഷത്തിന് അത്രയും വലുതല്ല ഇപ്പൊ ഉണ്ടായി തകർച്ച. നിർത്ത, ഇനി നീ കൂടുതൽ സംസാരിക്കണ്ട. എല്ലാവരും വേദനിച്ച് വിഷമിച്ച് നിൽക്കുമ്പോ എന്തിനാ നവ്യേ വീട് വിട്ടു പോയവനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? മോളെ, കാണുന്നില്ലേ ഇതൊക്കെ? കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. എല്ലാരും പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്കറിയായിരുന്നു ആദർശിന്റെ പോക്ക് മോക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. എന്നാ പിന്നെ മോളെ കൂടെ അങ്ങ് വിട്ടൂടായിരുന്നു ഏട്ടത്തി. എല്ലാരും ഇവിടുന്ന് പടിയിറങ്ങി പോണമെന്നാണല്ലോ നിന്റെ ആഗ്രഹം. ഇവളൊരു അമ്മയാവാൻ തയ്യാറെടുക്കുക. ആ സമയത്ത് ഒരു കാരണവശാലും അയാളുടെ കൂടെ പോകാൻ പാടില്ല. സ്വന്തം കുഞ്ഞിനെ പോലും അയാൾക്ക് കൊണ്ടുപോകാൻ തോന്നില്ല. പിന്നെ ഇനി അയാൾക്കൊപ്പം പോയിട്ട് അയാൾ പുറത്തൊക്കെ പോകുമ്പോ ഇവളുടെ കാര്യം ആര് നോക്കും? എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പം മുതല് അബിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ച ശേഷം അങ്ങനെ തന്നെയാ. നിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിലെ നിന്നെ നന്നായി നോക്കുന്ന ആൾക്കാർ അടുത്തുണ്ടാവണം. ആരടി നിന്നെ നന്നായി നോക്കിയത്? ഇവനോ? എന്റെ പ്രസവ സമയത്ത് ഇവൻ നന്നായിട്ട് തന്നെ എന്നെ നോക്കിയത്. അതെ, നന്നായിട്ട് തന്നെ നോക്കിയത്. ഇവനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പയ്യനെ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാ. എടി, മോള് കരയുന്നുണ്ടോ? ആദർശ് വീട് വിട്ടു പോയപ്പോ നയനമോളുടെ നെഞ്ച് പൊട്ടിയിരിക്കുക. അത് അവര് തമ്മിലുള്ള സ്നേഹം. അമ്മേ, എന്നാലും അച്ഛൻ ഇത്രയും കടുംപിടുത്തം പിടിക്കാൻ പാടില്ലായിരുന്നു അമ്മേ. മോൾക്ക് ഈ സമയത്ത് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാവാൻ പാടില്ലാത്തതാ. അത് മനസ്സിലാക്കിയിട്ട് ആദർശ് മോനെ ഇവിടുന്ന് പോകാൻ പാടില്ലെന്ന് അച്ഛൻ പറയണമായിരുന്നു. അതിന് ആദർശ് പോണെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛൻ പറഞ്ഞില്ല, പക്ഷെ അവനൊരു മനുഷ്യനായതുകൊണ്ട് ഇറങ്ങിപ്പോയത്. ഇവനെ ആ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ആട്ടും തുപ്പും സഹിച്ച് അവനോട് കഴിയും. സ്വന്തം മോനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവന് എന്തിനാ അമ്മാവ ഇടിച്ചു താത്തുന്നേ? ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാവരുടെ സ്വഭാവവും. ആദർശിന്റെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാ നയനമോളെ പോലെ ഒരു പെൺകുട്ടി അവന് ഭാര്യയായിട്ട് കിട്ടിയത്. ഇവന്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയാ ഇവനും കിട്ടിയത്. അതുകൊണ്ടാ നീ ഇപ്പൊ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈ സമയത്ത് എന്തിനാ എടുത്ത് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കുന്നത്? സത്യങ്ങൾ പറയുമ്പോ എല്ലാവർക്കും നോ. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. മോള് വിഷമിക്കേണ്ട മോളെ. അവന് അധികകാലമൊന്നും ഓർത്ത് നിൽക്കേണ്ടി വരില്ല. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്റെ കാര്യം ഓർത്തിട്ടല്ല മുത്തശ്ശി എനിക്ക് വേദന. ആദർശേട്ടന് ഒറ്റയ്ക്ക് ഒരിക്കലും
പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാടൊക്കെ പറഞ്ഞത് ആദർശേട്ടൻ. പക്ഷെ പോയപ്പോ എന്നെ കൂടി കൊണ്ടുപോകണമായിരുന്നു. എന്റെ മോള് കരയല്ലേ? എന്താണ് നോക്കി നിൽക്കുന്നേ? മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോ. ആദർശില്ലാത്ത വീടിനെ പറ്റി ഇദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ഇനി അത് പറ്റുന്നാ തോന്നുന്നു. ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. അവനായിരുന്നു ഈ വീടിന്റെ നെടുന്തൂട്. നെടുന്തൂൺ ഇപ്പോഴും എവിടെ ഉണ്ട് വസുന്ധരെ? ഒഴിഞ്ഞു വീഴുമെന്ന് കരുതിയ സന്ദർഭത്തിലൊന്നും വീണിട്ടില്ല. ഒരു വലിയ രോഗം വന്നിട്ട് പോലും തഴുകി തലോടി പോവുകയാ ചെയ്തത്. ആദർശ് യാത്ര പോയ ശേഷം അതിനെപ്പോഴും നിലവിളിക്കായിരുന്നു. കരച്ചിലെടുക്കാൻ പാടുപെടായിരുന്നു. എനിക്ക് ചന്ദ്രമോൾക്കും നല്ല വിഷമമുണ്ട്. ആരെ വിഷമിപ്പിച്ചാലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചില്ലേ പറ്റൂ. അവനോട് വീട് വിട്ടു പോവാൻ ഞാൻ പറഞ്ഞു. എന്തിനാ പറയുന്നേ? എല്ലാം പറയാറ് പറഞ്ഞു. വസുന്ധരെ, ഇപ്പൊ എന്താ വേണ്ടത്? അവനെ തിരികെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണോ? അവന് അധികാരം ഒഴിഞ്ഞല്ലോ. പിന്നെ അവന് ഈ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യം എന്താ? അത് അവൻ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അമ്മയാകാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടിയാ നയന. ഈ സമയത്ത് ആ കുട്ടിയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? അമ്മ കരഞ്ഞ ആ കരച്ചില് കുഞ്ഞിനെയാ ബാധിക്കുന്നത്. ഈ വീടിന്റെ താളം തെറ്റി അടുക്കും ചിട്ടയും നഷ്ടപ്പെട്ടു. അത് കുടുംബദൈവങ്ങളുടെ അരിഷ്ടം കൊണ്ടാണോന്ന് അറിയില്ല. എന്നാ പൂജയും വഴിപാടും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബിസിനസ് പരാജയപ്പെടുമ്പോൾ, തകരുമ്പോൾ ഇന്നലെ വരെ എല്ലാം തന്നിരുന്ന കുടുംബദേവതകളെ പഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ ദൈവം എല്ലാം തരുന്ന കരുതുന്ന ഒരു വിഡ്ഢികളാണ്. എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഒരു ന്യായം പറച്ചിലുണ്ടല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.